കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ, നമുക്കിവിടെ സുഖമാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാണ്ട് നമ്മൾ പറയുകയാണ്, നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് ഓടി ഓടി വന്നോളി കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. വൈകുന്നേരം വിരുന്നേരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വന്ന് കണ്ടോളി. അപ്പോൾ ഞാനിതാ ഇവിടെ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് 5 മുട്ട മതി. അത് വെച്ചിട്ട് നമുക്കൊരു നല്ല അടിപൊളി ഉണ്ടാക്കാം. അപ്പം എല്ലാ മുട്ടയും ഞാനൊന്ന് ഇതിലേക്ക് പൊട്ടിച്ച് വെക്കട്ടെ കേട്ടോ. അപ്പം ഇതാ ഞാൻ മഞ്ഞ വേറെ വെള്ള വേറെ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നുള്ളത്. ഇപ്പം എന്താ ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മഞ്ഞ വേറെ വെള്ള വേറെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വെള്ളം മാത്രമായിട്ട് സെപ്പറേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മുട്ടൻ്റെ അകത്തേക്ക് ഒരു 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സിയിൽ കറക്കണേ. അപ്പോൾ കറക്കുന്നതിന് മുമ്പാണ് ഞാനിത് കാണിക്കുന്നുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിൻ്റെ അകത്തേക്ക് മാറ്റാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മിക്സി കഴുകിയിട്ട് അതിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. ദോശ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഇന്ത്യൻ്റെ മാപ്പ് പോലെ ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. ആദ്യം ദോശ ഉണ്ടാക്കട്ടെ. ഞാനിപ്പോൾ മുട്ടൻ്റെ മഞ്ഞ മാത്രം ഒന്ന് ആവിച്ചമ്പിൽ വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചെടുത്തതാണ് കേട്ടോ. അപ്പം മുട്ടയിൽ ഞാൻ നേരത്തെ പഞ്ചസാര ഇട്ടതാണ് കേട്ടോ. അത് തേങ്ങയിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് വേഗം കഴിയും കേട്ടോ. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ആ സമയം മാത്രം മതി ഇതിന്. നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ച ദോശ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ വൈകുന്നേരത്തെ ചായൻ്റെ കടിയാണ് കേട്ടോ ഇത്. ഇതേപോലെ സിമ്പിളായിട്ടൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. വെറൈറ്റി. നമ്മളൊന്ന് മുട്ട മഞ്ഞ വേറെ ഒന്നാക്കിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ ഒന്ന് ആവി കെട്ടിയെടുത്തതാണ് കേട്ടോ. എന്നിട്ടൊന്ന് നമ്മളെ പച്ചക്കറി ഉരക്കുന്ന അതിലൊന്ന് ഉരച്ചെടുത്തത്. അപ്പം നമ്മൾ സ്വാദിഷ്ടമായ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. പുതിയ മോഡലാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏലാഞ്ചി എന്നൊക്കെ പറയുന്നില്ല, അതിൻ്റെ വേറൊരു വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറച്ച് പണിയാസ്തിയാണ്, കാരണം മുട്ട വേറെ വേറെ ഒക്കെ ആക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് എന്തായാലും നമ്മളെ കാപ്പാട് കിച്ചനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുണ്ടാവും. ഒന്നും വെക്കണ്ട കേട്ടോ, അത് താനെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടായിക്കോളൂ. അപ്പോൾ ഇതാ
അപ്പം നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചായ കുടിക്കാൻ നിങ്ങളൊക്കെ ഒന്ന് വന്നോളി കാപ്പാട് കിച്ചണിലേക്ക്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരയ്ക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ബൈ ബൈ.